എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വർഷഫലം 2026. 2026 വർഷത്തെ കന്നിരാശി ഫലം. കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 വർഷം എങ്ങനെയുള്ള ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഇത് ആരോഗ്യം, വിദ്യാഭ്യാസം, കരിയർ, ബിസിനസ്, പ്രണയം, ദാമ്പത്യ ജീവിതം, സാമ്പത്തികം എന്നിങ്ങനെയുള്ള ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശകലനമാണ്. കൂടാതെ ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെ അടിസ്ഥാനമാക്കി ഈ വർഷം മികച്ചതാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില പരിഹാരങ്ങളും ഇവിടെ നിർദ്ദേശിക്കുന്നു. ആദ്യം ആരോഗ്യം. 2026 കന്നിരാശി ഫലമനുസരിച്ച് ഈ രാശിക്കാർക്ക് ആരോഗ്യം ഒരു ശരാശരി നിലയിലായിരിക്കും, അല്ലെങ്കിൽ അതിലും കുറയാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ബുധൻ മിക്കവാറും നല്ല ഫലങ്ങൾ നൽകും. എങ്കിലും ഈ വർഷത്തെ ബുധന്റെ വക്രഗതി കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസികമായി കുറച്ച് സ്ട്രെസ്സും വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ലഗ്നത്തിൽ ശനിയുടെ 7ാം ഭാവത്തിലെ സ്വാധീനവും വ്യാഴത്തിന്റെ അത്ര നല്ലതല്ലാത്ത രാശിമാറ്റവും നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള സമയത്ത് വ്യാഴത്തിന്റെ നല്ല സ്വാധീനം കാരണം നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണം, ദേഹവേദന അല്ലെങ്കിൽ സന്ധികളിൽ വേദന ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്വാസം മുട്ടലോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയുന്ന സമയങ്ങൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ജനുവരി 2 മുതൽ ഫെബ്രുവരി 5 വരെ, പിന്നെ മാർച്ച് 1 മുതൽ 18 വരെ, വീണ്ടും ഏപ്രിൽ 27 മുതൽ മെയ് 23 വരെ. ഈ ദിവസങ്ങളിൽ ബുധൻ മൗഢ്യത്തിലായിരിക്കും. അതിനാൽ ഈ സമയങ്ങൾ ആരോഗ്യകാര്യത്തിൽ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 21 വരെ ബുധൻ വക്രഗതിയിലായിരിക്കും. ഏപ്രിൽ 11 മുതൽ 30 വരെ ബുധൻ തന്റെ നീചരാശിയായ മീനൻ രാശിയിൽ ദുർബലനായിരിക്കും. ഈ സമയങ്ങളിലെ ബുധന്റെ അവസ്ഥകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൂട്ടാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ 2026 കന്നിരാശിക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര നല്ല വർഷമായിരിക്കില്ല. അതുകൊണ്ട് നല്ലൊരു ജീവിതശൈലി കൊണ്ടു നടക്കുന്നത്, ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ പതിവായി വ്യായാമമോ യോഗയോ ചെയ്ത് ആക്റ്റീവായിരിക്കുന്നത്, അതുപോലെ സ്ട്രെസ് ഒഴിവാക്കുന്നത് എന്നിവയെല്ലാം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം. 2026 കന്നിരാശി ഫലമനുസരിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ ശരാശരിയേക്കാൾ മെച്ചമായിരിക്കും. അതുകൊണ്ട് പഠനത്തിൽ മുന്നോട്ടു പോകുവാൻ നല്ല അവസരങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾ ആരോഗ്യവും ശ്രദ്ധയും നിലനിർത്തുകയാണെങ്കിൽ. നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയുടെ അധികാരിയായ വ്യാഴം വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ കർമ്മഭാഗത്തായിരിക്കും നിൽക്കുക. അവിടെ നിന്ന് 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഈ സ്വാധീനം വളരെ നല്ലതാണ്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ വിദ്യാർത്ഥികൾക്ക് നല്ല ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിലുള്ള സമയം വ്യാഴം തന്റെ ഉച്ചരാശിയിൽ ശക്തമായിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടം വിദ്യാഭ്യാസത്തിന് വളരെ നല്ലതാണ്. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴത്തിന്റെ ശക്തി കുറയും. എങ്കിലും അത് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം വിദേശത്തോ വീട് വിട്ട് ദൂരെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളെയോ സഹായിക്കും. ബുദ്ധിയുടെയും പഠനത്തിന്റെയും അധികാരിയായ ശനി വർഷം മുഴുവൻ നല്ല സ്ഥാനത്തായിരിക്കും. ശനി എപ്പോഴും കഷ്ടപ്പെടുന്നതിന് പ്രതിഫലം നൽകുന്നതുകൊണ്ട് നന്നായി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടും. ജനുവരി 1 മുതൽ ജനുവരി 20 വരെ വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ ശനി നിൽക്കുന്നത് പ്രത്യേകിച്ചും സഹായകരമായിരിക്കും. എങ്കിലും ജനുവരി 20-നും മെയ് 17-നും ഇടയിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളും മടിയും ഒഴിവാക്കണം. അതോടൊപ്പം ആരോഗ്യവും ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചിട്ടയും അച്ചടക്കവും പാലിക്കുന്നത് നല്ല ഫലങ്ങൾ കിട്ടാൻ വളരെ അത്യാവശ്യമാണ്. മെയ് 17 മുതൽ ഒക്ടോബർ 19 വരെ ബുധന്റെ നക്ഷത്ര സമൂഹത്തിൽ ശനി നിൽക്കുന്നത് വീണ്ടും അക്കാദമിക് പുരോഗതിയെ സഹായിക്കും. ഈ സമയത്ത് ബുധൻ ഒരു ശരാശരി നിലയിലായിരിക്കുമെങ്കിലും പഠനകാര്യങ്ങളിൽ അനുകൂല സ്ഥിതിയായിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ 2026 കന്നിരാശിക്കാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല വർഷമായിരിക്കും. ബിസിനസ്. 2026 കന്നിരാശി ഫലം അനുസരിച്ച് ഈ വർഷം ബിസിനസ്സിൽ ഒരു ശരാശരി ഫലമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന 7ാം ഭാവത്തിന്റെ അവസ്ഥ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ 7ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം 10ാം ഭാവത്തിലായിരിക്കും നിൽക്കുക. ഈ സ്ഥാനം വലിയ ശക്തിയുള്ളതല്ലെങ്കിൽ പോലും
നിങ്ങൾ ക്ഷമയോടെയും തന്ത്രപരമായും പെരുമാറിയാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുവാൻ സഹായിക്കും. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിലുള്ള സമയം വ്യാഴം 11-ാം ഭാവത്തിൽ തന്റെ ഉച്ചരാശിയിൽ വളരെ ശക്തമായിരിക്കും. ഇത് ബിസിനസ് വളരുന്നതിനും അതുപോലെ ലാഭകരമായ ഇടപാടുകൾക്കും വളരെ നല്ല സമയമാണ്. എങ്കിലും ശനി വർഷം മുഴുവൻ 7-ാം ഭാവത്തിൽ തുടരും. ഇത് കാരണം ബിസിനസ് കാര്യങ്ങളിൽ ചില കാലതാമസം അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശനിയുടെ ഈ സ്വാധീനം സൂചിപ്പിക്കുന്നത് നമ്മൾ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറും. ബിസിനസ്സിന് ഇത് അത്ര നല്ല സ്ഥാനമല്ല. ഈ സമയത്ത് പുതിയ ഇടപാടുകളോ ബിസിനസ് പങ്കാളിത്തങ്ങളോ തീരുമാനിക്കാൻ തിടുക്കം കൂട്ടരുത്. പ്രത്യേകിച്ച് കൃത്യമായ വിവരങ്ങളില്ലാതെ ഒരു തീരുമാനവും എടുക്കരുത്. എങ്കിലും വിദേശ രാജ്യങ്ങളുമായോ കയറ്റുമതിയുമായോ ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഈ ഘട്ടം കുറച്ചുകൂടി അനുകൂലമായിരിക്കുവാൻ സാധ്യതയുണ്ട്. കരിയർ 2026-ലെ കന്നിരാശി ഫലമനുസരിച്ച് 6-ാം ഭാവത്തിന്റെ അധിപനായ ശനി വർഷം മുഴുവൻ 7-ാം ഭാവത്തിൽ തുടരും. ഇത് ജോലിയിലെ വളർച്ചയ്ക്ക് അത്ര നല്ല സ്ഥാനമല്ല. എങ്കിലും ഡിസംബർ 5 വരെ 6-ാം ഭാവത്തിൽ രാഹുവിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ജോലിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ കിട്ടിയേക്കാം. ഇത് ബുദ്ധിമുട്ടുള്ള ജോലികൾ കൈകാര്യം ചെയ്യാനും ഒപ്പം കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും ബഹുമാനം നേടാനും നിങ്ങളെ സഹായിച്ചേക്കാം. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ വ്യാഴം 10-ാം ഭാവത്തിലായിരിക്കും നിൽക്കുക. ഈ സമയത്ത് നിങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണങ്ങളോ വിലയിരുത്തലുകളോ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിൽ അപ്ഡേറ്റ് ആയിരിക്കുകയും പ്രൊഫഷണൽ രീതിയിൽ പെരുമാറുന്നതും ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള സമയം പ്രത്യേകിച്ചും കരിയറിൽ ഉയർച്ചയ്ക്ക് അനുകൂലമായിരിക്കും. ഈ സമയത്ത് പ്രൊമോഷൻ, ശമ്പള വർധനവ് അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ മുന്നേറ്റങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറും. ഇത് എല്ലാ കാര്യങ്ങളിലും വ്യാഴത്തിന്റെ ആനുകൂല്യം കുറയുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും വ്യാഴം 6-ാം ഭാവത്തിലേക്ക് ഇപ്പോഴും നോക്കുന്നതുകൊണ്ട് കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും ഫലം നൽകും. പക്ഷെ ആ ഫലങ്ങൾ പുറത്തു വരാൻ കുറച്ചധികം സമയമെടുത്തേക്കാം. സാമ്പത്തികം 2026-ലെ കന്നി രാശി ഫലമനുസരിച്ച് ഈ രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒരുപാട് അനുകൂലമായിരിക്കും. തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക നിലയിലും സമാനമായ ഒരു പ്രവണത കാണാം. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ സമ്പത്തിന്റെ ഭാവത്തിലേക്ക് നോക്കും. ഇത് വരുമാനം കൂട്ടാനും സമ്പാദ്യങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഈ സമയത്ത് ചിലവുകൾ ഉണ്ടായാൽ പോലും അത് ഒരു ലക്ഷ്യത്തോടെയുള്ളതും ഗുണകരമായതുമാവാനാണ് സാധ്യത. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ വ്യാഴം 11-ാം ഭാവത്തിൽ വളരെ ശക്തമായ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് സാമ്പത്തികമായി വളരാൻ ഇത് ഏറ്റവും നല്ല സമയമാണ്. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം അത്ര നല്ലതല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് മാറും. ഇത് കാരണം അപ്രതീക്ഷിത ചിലവുകൾ വരാനും സാമ്പത്തികമായി കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. സമ്പത്തിന്റെ അധികാരിയും പ്രധാന ഗ്രഹവുമായ വ്യാഴം 2026-ൽ കന്നിരാശിക്കാരെ സാമ്പത്തികമായി ശക്തമാക്കുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 10 മാസങ്ങളെ. പ്രണയജീവിതം 2026-ലെ കന്നിരാശി ഫലമനുസരിച്ച് പ്രണയജീവിതത്തിൽ ഒരു ശരാശരി ഫലമായിരിക്കും. എങ്കിലും ആത്മാർത്ഥതയും വൈകാരികമായ പക്വതയും കാണിച്ചാൽ മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിന്റെ അധിപനായ ശനി 7-ാം ഭാവത്തിലായിരിക്കും നിൽക്കുക. ഇത് സാധാരണയായി പ്രണയത്തിന് അത്ര നല്ല സ്ഥാനമല്ല. എങ്കിലും ഈ സ്ഥാനം സൂചിപ്പിക്കുന്നത് പ്രണയവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ക്ഷമയോടെയും വിട്ടുകൊടുക്കാതെയുള്ള പരിശ്രമം വഴിയും വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഗൗരവമായ ബന്ധങ്ങളിലുള്ളവർക്ക് ശനി അനുഗ്രഹം നൽകും. എന്നാൽ ആത്മാർത്ഥതയില്ലാത്തവർക്ക് തെറ്റിദ്ധാരണകളോ വേർപിരിയലുകളോ നേരിടേണ്ടി വന്നേക്കാം. കൂടാതെ സ്വന്തം രാശിയിൽ നിന്ന് 3-ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റം പഴയൊരു ബന്ധം അവസാനിക്കുന്നതിനെയും പുതിയൊരു ബന്ധം തുടങ്ങുന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിലുള്ള സമയം വ്യാഴം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ സമയത്ത് ബന്ധങ്ങളിൽ സ്ഥിരതയും പരസ്പര ധാരണയും ഉണ്ടാകും. ശുക്രൻ വർഷം മുഴുവൻ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അനുകൂല ഫലം നൽകും. വൈവാഹിക ജീവിതം വിവാഹപ്രായമായ കന്നിരാശിക്കാർക്ക് ഈ വർഷം അനുകൂലമായിരിക്കും. എങ്കിലും വർഷത്തിലെ ചില മാസങ്ങൾ മാത്രമേ കാര്യമായി ഫലം തരികയുള്ളൂ. 2026-ലെ കന്നിരാശി ഫലമനുസരിച്ച് 7-ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ 11-ാം ഭാവത്തിൽ തന്റെ ഉച്ചരാശിയിൽ ശക്തമായ അവസ്ഥയിലായിരിക്കും. ഈ സ്ഥാനം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാക്കും. കൂടാതെ ഈ സമയത്ത് 5-ാം ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി വിവാഹ നിശ്ചയത്തിനുള്ള ശക്തമായ സാധ്യതകൾ ഉണ്ടാക്കും.
വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെയും പിന്നെ ഒക്ടോബർ 31 കഴിഞ്ഞുള്ള സമയവും വിവാഹത്തിനോ വിവാഹ നിശ്ചയത്തിനോ അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ശുഭകാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2026 ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിലുള്ള സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. ചുരുക്കി പറഞ്ഞാൽ വർഷം മുഴുവൻ വിവാഹ കാര്യങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടിയില്ലെങ്കിലും ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഈ 5 മാസങ്ങൾ വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹങ്ങൾക്കും വളരെ നല്ല സമയമായിരിക്കും. കുടുംബജീവിതം 2026 കന്നിരാശി ഫലം അനുസരിച്ച് ഈ രാശിക്കാർക്ക് കുടുംബജീവിതം പൊതുവെ അനുകൂലമായിരിക്കും. കുടുംബത്തെ സൂചിപ്പിക്കുന്ന 2ാമത്തെ ഭാവത്തിൽ ദോഷഗ്രഹങ്ങളുടെ സ്വാധീനമൊന്നുമില്ല. 2ാമത്തെ ഭാവത്തിന്റെ അധിപനായ ശുക്രൻ വർഷം മുഴുവൻ അനുകൂല ഫലം നൽകും. വ്യാഴം കുടുംബത്തിൽ ഐക്യവും പരസ്പര ധാരണയും നിലനിർത്തും, പ്രത്യേകിച്ചും ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ. ഒക്ടോബറിന് ശേഷം വ്യാഴത്തിന്റെ സ്വാധീനം കുറഞ്ഞാലും അത് ദോഷകരമാവില്ല. 4ാം ഭാവത്തിലുള്ള ശനിയുടെ ദൃഷ്ടി കാരണം വീട്ടിൽ ചെറിയ അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വ്യാഴം ഒരു സംരക്ഷണം പോലെ പ്രവർത്തിക്കുകയും സമാധാനം നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യും. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വർഷം കുടുംബ ബന്ധങ്ങൾ മിക്കവാറും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. ഭൂമി, സ്വത്ത്, വാഹനം. ഭൂമിയും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ വർഷം അത്ര നല്ല ഫലങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. വില കുറവാണെങ്കിൽ പോലും തർക്കങ്ങളുള്ള ഭൂമിയോ വീടുകളോ വാങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് നിയമപരമായ ഉപദേശം തേടുന്നതും നല്ലതാണ്. 2026 കന്നി രാശിഫലം അനുസരിച്ച് വാഹനം വാങ്ങുന്ന കാര്യത്തിൽ കൂടുതൽ അനുകൂലമാണ്. യൂസ്ഡ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ച വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പുതിയ വാഹനം വാങ്ങാൻ കുറച്ചധികം പരിശ്രമം വേണ്ടി വന്നേക്കാം. പ്രതിവിധികൾ: ജന്മനക്ഷത്ര ദിവസം ഗണപതി അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക. സഹോദരങ്ങളുമായി സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹരി ഓം.